നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. നന്ദിക്കയിൽ ടോറസ് ലോറികൾ കൂട്ടിയിടിച്ച അപകടം. തൃശൂർ ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറികളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിലെ വാഹനം നന്ദിക്കര യൂട്ടേണിൽ തിരിയുന്നതിനിടെ പുറകിൽ വന്ന ടോറസ് ലോറി മുന്നിലെ വാഹനത്തിന്റെ സൈഡ് വശത്ത് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ പുറകിലെ വാഹനത്തിന്റെ മുൻവശം ഭാഗികമായി തകർന്നു. ശനിയാഴ്ച രാവിലെ 8:15 അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സംഭവത്തെ തുടർന്ന് 1 മണിക്കൂറോളം ഗതാഗതക്കുരുക്കുണ്ടായി. അളഗപ്പ നഗർ പഞ്ചായത്ത് വരാക്കര പാടശേഖര സമിതിക്ക് കീഴിലെ 40ഓളം കർഷകർ കൊയ്ത നെല്ല് സംഭരിക്കാതെ സപ്ലൈകോ. നെല്ല് സംഭരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി കർഷകർ. അളഗപ്പ നഗർ കൃഷിഭവന് കീഴിൽ വരാക്കര പാടശേഖര സമിതിക്ക് കീഴിലുള്ള കർഷകർ ഒന്നാം വിളയായി കൊയ്തെടുത്ത 100 ടണ്ണോളം നെല്ലാണ് 1.5 മാസത്തിലേറെയായി പാടശേഖരങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും കിടന്ന് നശിക്കുന്നത്. നെല്ല് ഉണക്കി സൂക്ഷിക്കാനും കാലാവസ്ഥയെ അതിജീവിക്കാനും കഴിയാതെ കടുത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. തങ്ങളുടെ ദുരിതം പരിഹരിക്കാത്ത അധികൃതരോടുള്ള പ്രതിഷേധമായി ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതില്ല എന്നാണ് കർഷകരുടെ തീരുമാനം. കഴിഞ്ഞ മാസം ഒക്ടോബർ 10 നമ്മുടെ വരാക്കര പാടശേഖരത്തിൽ കൊയ്ത്ത് കഴിഞ്ഞത്. അന്ന് കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കയറ്റി വെച്ചിട്ടുള്ള നെല്ല് ഉണക്കി ചാക്കുകളിലാക്കി നമ്മുടെ കർഷകരുടെ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു 2 മാസത്തോളമായി നമ്മുടെ നെല്ല് കയറ്റി കഴിഞ്ഞിട്ട് ഇതുവരെ അത് കൊണ്ടുപോകാനായിട്ട് സപ്ലൈകോമിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ ഇന്നോ നാളെയോ വിളിക്കാം എന്ന് പറയല്ലാതെ നമ്മൾ പലതവണ അവരെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ 40ഓളം വരുന്ന കർഷകർ ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നെല്ല് എല്ലാ വീടുകളിലും പ്രാവും അതുപോലെ തന്നെ പെരിച്ചാഴി വേലിയൊക്കെ തിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കർഷകർ വളരെ ദുരിതത്തിലാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ 2ാം വിള കർഷകർക്ക് വളമിടാനും അതുപോലെ തന്നെ മരുന്നടിക്കാനൊക്കെ വലിയൊരു വിലയാണ് വരുന്നത്. വളത്തിനൊക്കെ വലിയ വിലയാണ്, വലിയ ബുദ്ധിമുട്ടാണ് കർഷകർക്ക്. അതുപോലെ തന്നെ മരുന്നിന് പുല്ല് കളനാശിനിക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ അതിനൊക്കെ ചിലവ് കഴിക്കാനായിട്ട് ആളുകൾ പണയം വെച്ചും പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കുറേ കർഷകരുണ്ട് ഇവിടെ. അവരൊക്കെ പണയം വെച്ചൊക്കെയാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെ ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് ഞങ്ങളുടെ വോട്ട്. അപ്പോൾ ഈ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഞങ്ങളുടെ നെല്ല് കയറ്റി കൊണ്ടുപോകാനായിട്ട് തയ്യാറായിരിക്കും. ഞങ്ങളെല്ലാ കർഷകരും ഈ തവണ അവരുടെ കുടുംബങ്ങളും വോട്ടിൽ നിന്ന് വിട്ട് വോട്ട് ചെയ്യാതെ മാറി നിൽക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കൊയ്ത നെല്ല് കരയ്ക്ക് കയറ്റിയിട്ട് കണ്ണീർ കഥകളാണ് കർഷകർക്ക് പറയാനുള്ളത്. മില്ലുടമകളുമായി നേരിട്ട് ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ ഈ പാടത്ത് ഞങ്ങൾ കൃഷി ഇറങ്ങിയ പിന്നെ കണ്ണുനീരല്ലാണ്ട് സന്തോഷം ഞങ്ങൾക്കില്ല. കാരണം എത്രയോ നെല്ലും ചാക്ക് വെറുതെ മുറ്റത്തിരുന്ന് പൂത്തും ചതിൽ പിടിച്ചും കഴിവി തിന്നും പോണ്. ഇതെന്തത് സർക്കാർ നോക്കാത്തതെന്നറിയാം. അവരുടെ കാശല്ല. ഞങ്ങൾ തന്നെ പൈസ ഉണ്ടാക്കി നിലം വന്ന് കൃഷി ഇറക്കലാണ് ഞങ്ങളുടെ ജോലി. അല്ലാണ്ട് ഒരു സബ്സിഡി ഉണ്ടാവുന്ന കൊല്ലം അതുമില്ല. നെല്ല് ഇത് പോയ നെല്ലും കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തെടുത്ത് പറയും? ഞങ്ങൾ വലിയ കോടീശ്വരന്മാരല്ല പണീന്, പാട്ടത്തിന് നെല്ലെടുത്തിട്ടാണ് ഞങ്ങൾ പണീനെ. അവർക്ക് പാട്ടം കൊടുക്കാണ്ട് നെലത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അപ്പോൾ ഇറങ്ങാണ്ടിരിക്കും. പാടം പണിയൂല. ഇത് വരുന്ന നഷ്ടം ആർക്കെന്നറിയാം? ഞങ്ങളെ പോലെയുള്ളവർക്കാ. ഗവൺമെൻറ് ഇതിനൊന്നും ഉത്സാഹിക്കില്ല. ഗവൺമെൻറ് ഇതിനൊന്നും ഒരു ആവശ്യമില്ല. അവർക്ക് ഇലക്ഷൻ്റെ സമയത്ത് ഒരു നിൽക്കുന്നവർക്ക് ഒരു വോട്ടുണ്ടാക്കാൻ പോവുക. ഈ കൊല്ലത്തെ വോട്ട് ഈ പാടശേഖരക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടില്ല. അത് ഉറപ്പ് തന്നെയാണ്. കിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെന്തിനാ അവരെ രക്ഷിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് ഈ പ്രാവശ്യം വരുത്തി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് സമയം പോയാൽ കൊണ്ടുപോകും. ഇത് കൊണ്ടുപോകാണ്ടിരിക്കുമ്പോഴേ മിറ്റത്തിരിക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ്. ഞങ്ങളെങ്ങനെയെങ്കിലും രക്ഷിക്കുക. 10 ദിവസത്തിനകത്ത് ഈ സാധനം കൊണ്ടുപോയില്ലെങ്കിൽ ഇക്കൊല്ലത്തെ വോട്ട് ഈ അളഗപ്പ പഞ്ചായത്തിന് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ സബ്സിഡി തരാറുള്ളത് അതുവരെ തന്നിട്ടില്ല ഈ പ്രാവശ്യത്തെ. അത് കിട്ടിയെങ്കിൽ അതെങ്കിലും ഇട്ട് ഞങ്ങൾക്ക് വളം മേടിക്കുക എന്തെങ്കിലും ചെയ്യുക. ഇത് കഴുത്തി കിടക്കണ കെട്ടുന്നാലി വരെ കൊണ്ട് പണയം വെച്ച് പാടത്തിറക്കിയിട്ടുണ്ട് ഈ തവണ. ഇനി ഇത് ഈ നെല്ലും കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് ഈ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി സർക്കാരോ പഞ്ചായത്തോ കൃഷിഭവനോ താല്പര്യമായി എടുത്ത് ഞങ്ങൾ രക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം.
ആത്മഹത്യക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കൃഷിക്കാർ. കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് പുഴുങ്ങി അരിയാക്കി അളഗപ്പ റൈസ് എന്ന പേരിൽ വിപണനം നടത്താൻ ലക്ഷ്യമിട്ട് പഞ്ചായത്ത് വരാക്കരയിൽ നിർമ്മിച്ച അരി ഉൽപാദന കേന്ദ്രം നോക്കുകുത്തിയായി മാറിയതായി കർഷകർ ആരോപിക്കുന്നു. കുടുംബശ്രീക്ക് കൈമാറിയെന്ന് പഞ്ചായത്ത് അവകാശപ്പെടുന്ന ഈ സ്ഥലത്ത് അരി ഉൽപാദനം മാത്രം നടക്കുന്നില്ല. നമ്മുടെ അളഗപ്പ പഞ്ചായത്തിന് ഈ പാടശേഖരത്തിൽ, പ്രത്യേകിച്ച് ഈ പാടശേഖരത്തിന് വേണ്ടി ഒരു മില്ല് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മില്ല് ഒരു സ്വകാര്യ വ്യക്തി അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇവിടെ കർഷകർക്ക് ഗുണമുള്ള രീതിയിൽ നമ്മൾ ഈ പാടത്തെ നെല്ല് കളക്ട് ചെയ്തിട്ട് അത് പുഴുങ്ങി കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കർഷകർക്ക് ഒരു പരിധി വരെ നമുക്ക് തട കിട്ടും. ഇപ്പോൾ സപ്ലൈകോയിൽ നെല്ലെടുക്കാൻ വേഗമാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ നല്ല ഒരു ഹെൽപ്പാണ്. അത് അവർ പോലും തിരിഞ്ഞു നോക്കണില്ലേ. പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യം കൊടുത്തിട്ട് മെഷീനറി മേടിച്ച് വെച്ചിട്ട് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അവർ ഉപയോഗിക്കേണ്ടി, അത് വളരെ ഒരു വിഷമകരമായിട്ടൊരു കാര്യമാണ്. ഇത്രപ്പെടുത്ത ആൾക്കാർ ഇവിടെ ദുരിതം അനുഭവിക്കുന്നു. എല്ലാ കൊല്ലത്തെയും വിട്ട് ഏറ്റവും നെല്ല് ഏറ്റവും മോശമായ വർഷമാണ് ഈ വർഷം. ആ നെല്ല് പോലും നമുക്ക് വിറ്റ് പോകാൻ നമുക്ക് ഇപ്പം കഴിയുന്നില്ല. അപ്പം കഴിയാത്ത പക്ഷം നമുക്ക് മില്ലുള്ള കാരണം ആ മില്ല് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ തന്നെ ഈ കർഷകർക്ക് വളരെ ഒരു എന്താ പറയുക, നല്ലൊരു ആദായകരമാണ്. ആ മില്ല് പോലും നമുക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ പഞ്ചായത്ത് അധികൃതർ കാണാനുമില്ല, അവർ നോക്കാനുമില്ല, അവർക്ക് ശ്രദ്ധിക്കാനും അവർക്ക് ഒഴിവില്ല. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഓരോ സംഘങ്ങളും കാര്യമായിട്ട് ഭംഗിയായിട്ട് കൊണ്ടു നടക്കല്ലാണ്ട് കർഷകർക്ക് ഗുണകരമായിട്ട് ആ മില്ലും തുടർന്ന് പ്രവർത്തിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിജയകരമായിട്ട് പോകാവുന്നതാണ്. അളഗപ്പ വരാക്കര പാടശേഖരത്തിനല്ല, അളഗപ്പ പഞ്ചായത്തിലെ എല്ലാ കർഷകർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മില്ലാണത്. അപ്പോൾ അതിനൊന്നും കൂടി നല്ലൊരു കോൺസെൻട്രേഷൻ നല്ല ആൾക്കാർക്ക് ഏൽപ്പിച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി അത് വിജയകരമായിട്ട് പോകാൻ പറ്റാവുന്ന ഒരു രീതിയിലുള്ള ഒരു മില്ല് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അതെങ്കിലും ചെയ്യാൻ ഒരു കണ്ണ് തുറക്കാൻ തുടങ്ങി അതെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. 10 ദിവസത്തിനകം നെല്ല് സംഭരിക്കാൻ അധികൃതർ ഇടപെട്ട് നടപടിയുണ്ടാക്കണമെന്നും, അല്ലാത്തപക്ഷം രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ കർഷകരും പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ വോട്ട് ബഹിഷ്കരിക്കുമെന്നും കർഷകർ പറയുന്നു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ വരാക്കര പാടശേഖര സമിതിയിൽപ്പെട്ട 40ഓളം കർഷകരുടെ വീടുകളിൽ ഇത്തരത്തിൽ ചാക്കുകളിലാക്കിയും വീട്ടുമുറ്റങ്ങളിലുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ടൺ കണക്കിന് നെല്ലാണ്. 2 മാസത്തോളമായി ഇത്തരത്തിൽ നെല്ല് സംഭരിച്ചു വെച്ചിട്ട് സപ്ലൈകോ ഈ നെല്ല് സംഭരിക്കാത്തതാണ് ഇവർക്ക് വലിയ പ്രതിസന്ധിയാകുന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധമറിയിക്കുകയാണ് കർഷകർ. അധികൃതർ കണ്ണു തുറക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. നന്ദിപുലം പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ വിളയാട്ടം. പന്നികളെ വകവരുത്താൻ ഷൂട്ടർമാരില്ലാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കൃഷി മുഴുവൻ നശിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കും, ആക്രമിക്കാൻ പാഞ്ഞെടുക്കും. കാട്ടുപന്നി ശല്യത്തിൽ ജനം പൊറുതിമുട്ടിയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇവയെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആകുന്നില്ല. നന്ദിപുലം ആറ്റപ്പള്ളിയിലെ 50ഓളം ഏക്കർ നെൽകൃഷി പാടത്താണ് കാട്ടുപന്നി ഇറങ്ങുന്നത്. നെൽകൃഷി മാത്രമല്ല, പ്രദേശത്തെ വാഴകൃഷിക്കും കാട്ടുപന്നി ശല്യത്തിൽ നിന്നും രക്ഷയില്ല. കഴിഞ്ഞ ദിവസം ലോനപ്പന്റെ 20ഓളം വാഴകളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. കൂട്ടത്തോടെയാണ് ഈ പന്നി വരുന്നത്. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. 1500 വാഴയുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ജീവിതം കഴിഞ്ഞു പോണത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടുതൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു 10-20 വാഴ കുത്തിമറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിപ്പോൾ കൂട്ടമായിട്ടാണൊക്കെ വരണത്. ഇതിപ്പോൾ 4-5 മാസമായ വാഴയാണ്. അതാണ് ഈ കുത്തിമറിച്ച് കട്ടിക്കളയണത്. അപ്പോൾ ഇതിന് എന്താ വേണമെന്നൊക്കെ നിങ്ങൾ അധികാരികൾ ചെയ്തു തരണം. 2 വർഷത്തോളമായി മേഖലയിൽ കാട്ടുപന്നിയുടെ വിളയാട്ടമാണ്. കൃഷി ഇറക്കാൻ കഴിയാത്ത വിധം കർഷകർക്ക് തലവേദന ആവുകയാണ് കാട്ടുപന്നി ശല്യം. പന്നിക്കൂട്ടം പാടശേഖരത്തിൽ രാത്രിയിലെത്തി ഉഴുതുമറിച്ച് പോവുകയാണ് പതിവെന്ന് നെൽകർഷകനായ KP ആന്റണി പറഞ്ഞു. ഞാൻ കൃഷി പണിതിട്ട് ഒരു 4-5 ഏക്കർ പണിതിട്ടുണ്ട്. ഒരു 1.5 മാസം ആയിട്ടുണ്ട്. വരമ്പുകളൊക്കെ പന്നികളൊന്ന് കുത്തിമറിച്ച് വിട്ടു, കണ്ടത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നശിപ്പിക്കാനുള്ള സംഗതി ആയിട്ടുണ്ട്. കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുവരെ അധികാരികളെ പറ്റി ഒരൊന്നും നോക്കിയിട്ടില്ല. അതിന് വേണ്ട സഹായം ചെയ്തു തരുമെന്ന് അഭ്യർത്ഥിച്ചോളുന്നു. നെല്ല് പോയിട്ട് കുറച്ച് നട്ടിട്ട് 1.5 മാസമായി. പന്നികൾ വന്ന് വരമ്പ കുത്തി നിറച്ച് തുടങ്ങി. നെല്ലിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിന് ബുദ്ധിമുട്ട് വളരെ ഉണ്ടായിട്ടുണ്ട്. നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്.
അതിന് ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ടി നടപടി എടുക്കണമെന്ന് അത് പറയുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തും വനംവകുപ്പും ചേർന്ന് നടത്തിയ പരാതി പരിഹാര സെല്ലിൽ കർഷകർ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് അധികൃതർ പരിശോധനയും നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് നടപടിയുണ്ടായില്ല. വരന്തരപ്പള്ളി പഞ്ചായത്തും വനംവകുപ്പും തമ്മിൽ ഒരു പരാതി സെല്ലുണ്ടായിരുന്നു. അത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പരാതി സ്വീകരിച്ചു. അതിൻ്റെ വെളിച്ചത്ത് നമ്മൾ ഒന്നും കൂടി വിളിച്ചു പറഞ്ഞു. ഒരു ഇതൊക്കെ അവർ പന്നീനെ വെടിവെക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പന്നി ഇറങ്ങിയില്ല. അതിനുശേഷം അവർ ഓരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇലക്ഷൻ്റെ ഇത് വന്നു. പിന്നെ ഇപ്പോൾ പറയണത് കളക്ടറെ പെർമിഷൻ ഇല്ലയെന്നാണ് പറയണത്. പക്ഷെ എന്തൊക്കെയായാലും ഈ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഒരു പരിധി നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഇപ്പോൾ വരമ്പുകൾ മുഴുവൻ കളഞ്ഞു തുടങ്ങി, നെല്ലിങ്ങടത്തിലേക്ക് ഇറങ്ങി, നെല്ലൊക്കെ ഇളക്കി തുടങ്ങി. ഇനിയിപ്പോൾ ഇലക്ഷൻ കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴേക്കും ഏതാണ്ട് ഒരു ഇതൊക്കെ നെല്ലൊക്കെ പോയി കിട്ടും. കാട്ടുപന്നികൾ അരങ്ങു വാഴുമ്പോഴും ഇവയെ ചെറുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കൃഷി നശിച്ചവർക്ക് അടിയന്തരമായി സാമ്പത്തിക സഹായവും കാട്ടുപന്നികളെ സ്ഥിരമായി തുരത്താനുള്ള നടപടിയുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. 1000 രൂപ വർദ്ധിച്ച് ഒരു പവന് 95,200 രൂപയായി വില. ഗ്രാമിന് 125 രൂപ വർദ്ധിച്ച് 11,900 രൂപയായി. ഒക്ടോബർ 17 രേഖപ്പെടുത്തിയ 97,360 രൂപയാണ് 100,200 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 5-ന് 89,080 രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തി. പിന്നീട് പടിപടിയായി വില ഉയരുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ആഗോള വിപണിയിലെ ചലനമാണ് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിച്ചത്. ഫെഡറൽ റിസർവ് ബാങ്ക് ഡിസംബർ 10 യോഗം ചേർന്ന് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പിന്നീട് അങ്ങോട്ടും പലിശ നിരക്ക് കുറയ്ക്കൽ തുടർന്നേക്കുമെന്നാണ് പുതിയ വിവരം. ഇത് സ്വർണത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സ്വർണ്ണവില ഉയരാനും കാരണമാകും. വീടും സ്ഥലവും രജിസ്റ്റർ ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 90 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി ജലീലും കൂട്ടാളിയും റിമാൻഡിലേക്ക്. കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശി വലിയ വീട്ടിൽ ജലീൽ, കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം സ്വദേശി കടമ്പോട്ട് വീട്ടിൽ മുഹമ്മദ് ഹനീഫ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുത്തൻചിറ കുന്നത്തേരി സ്വദേശിയായ വയോധികനിൽ നിന്ന് അത്താണിയിലുള്ള സ്ഥലവും ബിൽഡിംഗും രജിസ്റ്റർ ചെയ്ത് നൽകാമെന്ന് പറഞ്ഞും മകളുടെ പുത്തൻചിറയിലുള്ള വീടും പറമ്പും മറ്റൊരു പറമ്പുമായി എക്സ്ചേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞും വിശ്വസിപ്പിച്ച് പല തവണകളായി 90 ലക്ഷം രൂപ വാങ്ങിയ ശേഷം തീറ് നൽകുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ജലീൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ 8 തട്ടിപ്പ് കേസുകളിലും സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയയാക്കിയ കേസിലും മാള പോലീസ് സ്റ്റേഷനിലെ 2 തട്ടിപ്പ് കേസുകളിലും പാലക്കാട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ 1 തട്ടിപ്പ് കേസുകളിലുമടക്കം 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മുഹമ്മദ് ഹനീഫ മാള പോലീസ് സ്റ്റേഷനിലെ 1 തട്ടിപ്പ് കേസിലും പാലക്കാട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ 1 തട്ടിപ്പ് കേസിലും പ്രതിയാണ്. മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ PM റഷീദ്, GSIമാരായ KR സുധാകരൻ, MA മുഹമ്മദ് ബാഷി, മുരുകേഷ് കടവത്ത്, GASIമാരായ നജീബ്, ഷാലി, GS, CPO വഹദ്, ജിബിൻ, ഡിബീഷ്, വിപിൻലാൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,900 രൂപയും പവന് 95,200 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.